പണ്ട് മലയാള സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യ പ്രസക്തമായ സിനിമകൾ, കണ്ടന്റ് ഓറിയന്റഡ് ആയുള്ള സിനിമകളൊക്കെ വരുമായിരുന്നു. അത് കാലാതീതമായ അതിന്റെ സഞ്ചാരത്തിനും കാലാതീതമായ ഒരു പ്രസക്തിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത് അങ്ങനെയല്ല. ഇന്നത്തെ സിനിമകൾ നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ പഴയ ഒരു സിനിമ ഉണ്ടായിരുന്നു, അയലത്ത് അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട്. ജയറാമിന്റെയും ഗൗതമിയും അവരുടെ ഒരു ഫാമിലിയായിട്ട് നിൽക്കുന്നു, അപ്പുറത്ത് സിദ്ദിഖും ഒരു ഫാമിലിയും. അപ്പോൾ സിദ്ദിഖ് ഭയങ്കര റൊമാൻറ്റിക്കും ഭയങ്കര ഐഡിയൽ കപ്പിളുമാണ്. അപ്പോഴത്തേക്ക് ഈ പറയുന്ന ജയറാമും ഭാര്യയും എപ്പോഴും ഇവരെ നോക്കുന്നു. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് സിദ്ദിഖ് കാരണമാകുന്നു. പക്ഷേ ടുവേഴ്സ് ദ എൻഡിൽ പ്രശ്നം എന്ന് പറയുന്നത് സിദ്ദിഖ് നല്ലൊരു ഫ്രോഡാണ്. അതാണ് ഈ റിയൽ ലൈഫ് തമ്മിലുള്ള വ്യത്യാസം. ആ സെയിം കാര്യമാണ് നമ്മൾ ഇപ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പ്രവീൺ പ്രണവിന്റെ മൃദുല ആ കുടുംബമായിട്ടുള്ള ഇഷ്യൂ. എന്ത് വലിയ ഇഷ്യൂ നടക്കുന്നത്, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. നമ്മളൊക്കെ ഒരുപാട് കാണുന്ന ആൾക്കാരാണ് വീഡിയോസ്. എസ്പെഷ്യലി അവർ അഞ്ചലാണ് താമസിക്കുന്നത്, നമ്മളെ വീടിന്റെ വളരെ അടുത്താണ്. പേഴ്സണലി എനിക്ക് അറിയത്തില്ല, പക്ഷേ അടുത്താണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് ശരിക്കും ആ വീഡിയോ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇത്രയും വലിയ പ്രശ്നങ്ങളകത്തുണ്ടായിരുന്നു എന്നാണ്. നമ്മുടെയൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മുടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവരുടെ കാണുന്ന സമയത്ത് നമ്മൾ തന്നെ മറക്കും. കാരണം ഇവർ ഇത്ര ഹാപ്പി ആയിട്ട് ഇരിക്കുകയല്ലേ, ഓക്കെ നമുക്ക് എന്ത് പ്രശ്നം മാറ്റുന്നുണ്ട്. പക്ഷെ അവരുടെ കുടുംബത്തിലുണ്ടായ പ്രശ്നം നമ്മുടെ കുടുംബത്തിന്റെ ഒരു 1000 മടങ്ങ് അപ്പുറമാണ്. അപ്പോൾ ശരിക്കും നമ്മൾ തന്നെ ഞെട്ടിപ്പാറുണ്ട്. ഇത് മാത്രമല്ല, കാർത്തിക് സൂര്യയുടെ പ്രശ്നം. അവന്റെ ഏകദേശം ഒരു 3 ഡിജിറ്റ് സബ്സ്ക്രൈബർ ഉള്ള സമയത്താണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കാർത്തിക് സൂര്യൻ. അപ്പോൾ അന്ന് തൊട്ടേ ഇവന്റെ ഫ്രണ്ട് സർക്കിൾ ഭയങ്കരമായിട്ട് നമ്മളെ ജലസ് ആക്കുന്നതാണ്. ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്സേ ഇല്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇത്രയും ഫ്രണ്ട് സർക്കിളുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എല്ലാവരും ഒരു ഈഗോ ക്ലാഷോ ഒരു കാര്യങ്ങളും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, നൈസ് ആണ്. പക്ഷെ ഇന്ന് അവന് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ആ ഫ്രണ്ട് സർക്കിളാണ്. അപ്പം ഇന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ ഈ റിയൽ ലൈഫ് നമ്മളുടെ ഭയങ്കര വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഈ തിരുവനന്തപുരത്ത് BJP ഒരു സ്ഥാനാർത്ഥി ഉണ്ടായല്ലോ, കൃഷ്ണകുമാർ. അദ്ദേഹത്തിന്റെ 4 പെൺമക്കൾ, അതിൽ രണ്ടാമത്തെ പെൺകുട്ടിയാണ് ഇപ്പോൾ കല്യാണം കഴിച്ചത്. അതിന് ആദ്യം ഒരു ബോയ് ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു, അവർ തമ്മിൽ പ്രശ്നമായി. പിന്നെ രണ്ടാമത് കല്യാണം കഴിക്കുന്നു, അവനെ ദത്തെടുത്തിണക്ക് അവനെ കല്യാണം കഴിച്ചു പോകുന്നു. പക്ഷേ റിയൽ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് റിയൽ ലൈഫാണ്. റിയൽ ലൈഫിൽ ഒരാളോട് കറങ്ങി നടക്കുന്ന പെണ്ണ് അത് കഴിഞ്ഞ് വേറെ കള്ളം കഴിക്കുന്നു, അവനുമായിട്ട് ഇപ്പം കല്യാണം കഴിച്ച് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന്. ഞാൻ സദാചാരം കളിച്ചതൊന്നുമല്ല. ഇപ്പം ഞാൻ പറഞ്ഞാണ്, നമ്മളിപ്പോൾ ഓപ്പൺ ആയിട്ടൊരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒന്നിച്ച് അവർ വീഡിയോ എടുക്കുന്നു, ഫോട്ടോ ചെയ്യുന്നു, എന്നിട്ട് അത് മാറിയിട്ട്. ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്തും അങ്ങനെ ഒരുപാട് പേരുണ്ട്. 6 വർഷവും ഒരുമിച്ച് ജീവിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവിടെ നാട്ടിൽ വന്നിട്ട് വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പം ഇൻഫ്ലുവൻസറായിട്ട് ജീവിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പം ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, റിയൽ ലൈഫ്. ഇപ്പം ഞാൻ പുണ്യവാളനൊന്നും അല്ല. ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫോറൻസിക് ലൈഫ് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇന്നിപ്പം നവംബർ അവസാനത്തെയാണ്. എനിക്കൊന്ന് ഇന്നത്തെ ഡ്യൂട്ടിയുടെ ഉള്ളൂ എനിക്ക് ഈ മാസം. പിന്നെ ഇനി അടുത്ത മാസത്തെ ഡ്യൂട്ടിയുള്ളൂ. അപ്പോൾ ഈ മാസം വേണമെങ്കിൽ ഇന്നൊരു വ്ലോഗ് ഇടാം. അപ്പം ശരിക്കും ഉള്ള സത്യാവസ്ഥ ഞാൻ പറഞ്ഞു തരാം. റിയൽ ലൈഫ് വിത്ത് ഫോറൻസിക് മെഡിസിൻ എന്നൊരു ക്യാപ്ഷൻ ഇട്ടിട്ട്. അപ്പം അതിൽ പറയാനുള്ളതെന്ന് പറയുന്നത്, എനിക്ക് രജിസ്ട്രേഷൻ ഇല്ല കേരളത്തിൽ. എനിക്ക് ഓൾ ഇന്ത്യ രജിസ്ട്രേഷനാണ്. ഡൽഹി മെഡിക്കൽ കൗൺസിലുള്ള രജിസ്ട്രേഷനാണ്. പ്ലസ് ഞാൻ ഓൾ ഇന്ത്യ കോട്ടയിലാണ് ഇവിടെ കേരളത്തിൽ കയറുന്നത്. അന്ന് കയറുന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഓൾ ഇന്ത്യ കോട്ട നിർത്തണം, അതുകൊണ്ടാണ് ഈ കേരളത്തിൽ രജിസ്ട്രേഷൻ ഇല്ലാത്ത ആൾക്കാർ വരുന്നത് പറഞ്ഞുകൊണ്ട് അവരൊരു കമൻറ്റ് ചെയ്തു വലിയൊരു ഓഫീസിൽ. അപ്പോൾ അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള ഒരു ഓൾ ഇന്ത്യയിൽ വേറെ സ്റ്റേറ്റിലും പോകണ്ട, മനസ്സിലായില്ലേ? അപ്പോഴത്തേക്ക് പ്രശ്നം തീരുമല്ലോ. നിങ്ങൾക്ക് ഇവിടെ ആൾ ഇന്ത്യ കോട്ടയിൽ വെച്ച് സ്റ്റുഡൻസിന് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇവിടെ പഠിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ലെങ്കിൽ, ഇത് കണക്ക് കേരളത്തിലുള്ള പിള്ളേരും പുറത്തോട്ട് പോയി പഠിക്കണ്ട എന്നൊരു തീരുമാനം അവരെടുത്ത് എങ്ങനെ ഇരിക്കും ഓരോ സ്റ്റേറ്റുകാർ? കേരളം ഒരു പ്രത്യേക സ്ഥലമൊന്നും അല്ലല്ലോ. അതാണ് അതിൻ്റെ അവസ്ഥ. സോ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് രജിസ്ട്രേഷൻ ഇല്ല. അപ്പം രജിസ്ട്രേഷൻ തന്നിട്ടില്ല. ഈ ടെമ്പററി രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ, പെർമനന്റ് ഇല്ല. അപ്പോഴത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് ഫോറൻസിക് ആയതുകൊണ്ട് എനിക്ക് ഇവിടെ കേസൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ PGs ആണ് കേസ് ചെയ്യുന്നത്. ഒരു കേസിന് 660 രൂപയാണ് ഇവിടെ കൊടുക്കുന്നത് ഡോക്ടേഴ്സിന്. ബാക്കി സ്റ്റാഫിന് ബാക്കി ക്യാഷ് ഉണ്ട്. എനിക്കാണെങ്കിൽ 10 പൈസയുടെ ഉപയോഗമില്ല. ഏകദേശം ഞാനിപ്പോൾ ഒരു 10-250 പുറത്ത് കേസ്, ഏറ്റവും കൂടുതൽ കേസ് ചെയ്യുന്നത് ഞാനാണ് കോളേജിൽ തന്നെ. റെക്കോർഡ് കേസ് വരെ ഇട്ടിട്ടുണ്ട്. റെക്കോർഡ് കേസ് വരെ എൻ്റെ പേരിലാണ്. എൻ്റെ പേര് MOയുടെ പേരിൽ ഞാൻ കൂടെ അസിസ്റ്റ് ചെയ്ത സമയത്ത്. ഒബ്സർവേഷൻഷിപ്പ് നമ്മളായി വെറുതെ പറയാം, വെറുതെ പോയി വെറുതെ വരുന്നു. ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഉപയോഗമില്ല ഉപദ്രവവും ഇല്ലാത്ത രീതിയിൽ അവസ്ഥ. അപ്പം ഇതാണ് ശരിക്കും എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. PM റിപ്പോർട്ടൊന്നും എഴുതാൻ പറ്റത്തില്ല, ഡീറ്റെയിലോട് എഴുതാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വെറുതെ പോയി വെറുതെ വരുന്നു. ഫീസ് അടയ്ക്കണം, വർഷാവർഷം ഫീസ് അടയ്ക്കണം, സ്റ്റൈഫൻഡ് കിട്ടുന്നു. ദാറ്റ്സ് ഇറ്റ്. ആ ഒരു ലൈഫ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതാണ് എൻ്റെ ഒരു റിയൽ ലൈഫ് എന്ന് പറയുന്നത്. റിയൽ ലൈഫിൽ വേണമെങ്കിൽ ഞാൻ ഫോറൻസിക്ക് പോകുന്നു വരുന്നു എന്ന് പറയാം. പ്രത്യേകിച്ച് ഫോറൻസിക്കിൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്റ്റാണ്. എന്തിനെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രേയിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സീറ്റ് അലോട്ട് ആയിക്കഴിഞ്ഞാൽ അത് എടുത്തേ പറ്റത്തുള്ളൂ, നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന ഫോറൻസിക്കിൽ OBC സീറ്റാണ് മെട്രിക്സിൽ.
അപ്പോൾ എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കണം. എനിക്കറിയാം എനിക്ക് എവിടെ കിട്ടുമെന്നുള്ള കാര്യം. അബദ്ധത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ ചോദിച്ചാൽ ഞാൻ എൻ്റെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം ഈ റിസൾട്ട് വന്ന് കൺഫേം ആയി മറ്റേ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ എനിക്കറിയാം എവിടെയായിരിക്കും എനിക്ക് കിട്ടുന്നത്. നല്ലൊരു സ്ഥലത്ത് കമ്മ്യൂണിറ്റി മെഡിസിൻ ആയിരുന്നു ഞാൻ വെച്ചത് സത്യം പറഞ്ഞാൽ. അതായിരുന്നു എൻ്റെ പ്രതീക്ഷ. അപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇത് എനിക്കൊന്ന് വീഴുമെന്ന്. ഞാൻ ചെയ്ത അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന സ്ട്രെയിൽ ഒരു വീക്കിൻ്റെ ഒരു എക്സ്ട്രാ അവർ തന്നു ആഡ് ചെയ്യാൻ വേണ്ടി. കാരണം പുതിയതായിട്ട് അന്ന് 0% എന്തോ ആഡ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ എല്ലാവർക്കും അന്ന് ജോയിൻ ചെയ്യാമായിരുന്നു. ആ രീതിയിലായി. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പ്രശ്നമായി ഒരുപാട് പേർക്ക്. അപ്പം ഒരു വീക്കിന് എന്തോ അവർ തള്ളി വെച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒന്നും കൂടി എഡിറ്റ് ചെയ്തു. അവസാന നിമിഷം ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന എൻ്റെ സാധനം ഞാൻ ഒന്നും കൂടി എഡിറ്റ് ചെയ്ത് വെച്ചു. കാരണം ആ സമയത്ത് എനിക്ക് കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു. ഓക്കെ, സൗത്തിൽ നിൽക്കണമെന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസും കാരണം ഞാൻ വെച്ച് സൗത്തിൽ കുറച്ച് നാൾ നിൽക്കാൻ വെച്ചുകൊണ്ട് ഞാൻ സൗത്ത് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സൗത്തിലെ കുറച്ച് സീറ്റ് ഞാൻ ആഡ് ചെയ്തതിനകത്ത് ഒരാവശ്യമില്ലാതെ അതിൽ വന്ന് വീഴുകയും ചെയ്തു. ഇതായിരുന്നു അന്ന് സംഭവിച്ചത് എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഇനി പണ്ട് മോഹൻലാൽ പറയുന്ന കണക്ക് ഒരു വേഷം കിട്ടി ഇനി ആടുക, അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. സോ ആരെയും കുറ്റം പറയുകയോ പഴി പറയട്ടോ കാര്യമില്ല. ഇതാണ് എൻ്റെ റിയൽ ലൈഫ് എന്ന് പറയുന്നത്. റിയൽ ലൈഫിൽ വേണമെങ്കിൽ എനിക്ക് വേറെ എന്തും കാണിക്കാം, പക്ഷേ ഇതാണ് റിയൽ ലൈഫ്, അത്രയേ ഉള്ളൂ. സോ പറയാൻ വന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ കാണുമ്പോൾ അവർ പല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, പക്ഷേ ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത് വേറെയാണ്. അത്രയേ ഉള്ളൂ പറയാൻ. അപ്പം പണ്ടും ഈ ആൾക്കാർ പറയാറില്ല, ജഗദീഷ് ശ്രീകുമാറും സലീം കുമാറൊക്കെ, അവർ സിനിമയിൽ മാത്രമേ ചിരിക്കാറുള്ളൂ, ജീവിതത്തിൽ ചിരിക്കാൻ പറ്റത്തില്ല. അതിലും പഴയ ആൾക്കാരുടെ ഡയലോഗാണെങ്കിൽ അതിലും നമുക്ക് വിഷമം തോന്നും. അതാണ് ശരിക്കും സത്യാവസ്ഥ. ഇന്ന് പിന്നെ എല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് എല്ലാ കാര്യങ്ങളും. അപ്പം അവർ ഓപ്പണായിട്ട് നമുക്ക് എല്ലാം അറിയാവുന്നേ ഉള്ളൂ. ശരിക്കും ഇതൊക്കെ ഒരു പാഠമായിട്ട് എടുത്ത് മുന്നോട്ട് പോവുക, ദാറ്റ്സ് ഇറ്റ്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കിട്ടണമെന്നില്ല ലൈഫിൽ. അപ്പോൾ ഉള്ളത് വെച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ പഠിക്കുക. അതാണ് ഞാൻ എന്നെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം ഉള്ളത് വെച്ച് ഹാപ്പി ആയിട്ടിരിക്കുക, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഫ്രണ്ട്സ് ഇല്ലാന്ന് ഭയങ്കരമായിട്ട് ഇടയ്ക്ക് എനിക്ക് വിഷമം തോന്നാറുണ്ട്. എനിക്കെന്താ ഫ്രണ്ട്സ് ഇല്ലാത്ത, എനിക്കെന്താ പുറത്തു പോകാൻ പറ്റാത്ത എന്ന രീതിയിൽ. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, അതിലൊന്നും കാര്യമില്ല, അതില്ലാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പം നമുക്ക് തന്നെ ഒരു പീസ്ഫുൾ ലൈഫ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഒരുപാട് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ, ദാറ്റ്സ് ഇറ്റ്.